കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് HLL ലൈഫ് കെയർ ലിമിറ്റഡ്. ഈ സ്ഥാപനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്ന പേരിലാണ്. കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്നുള്ള പേര് മാറ്റി HLL ലൈഫ് കെയർ ലിമിറ്റഡ് എന്നുള്ള പേര് കമ്പനി സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുടുംബാസൂത്രണ നയപരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസ് ഇന്ത്യയിൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 1966 ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്ഥാപിതമായത്. മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസിൻ്റെ പ്രധാന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് ആണ്. അത് ഇന്ത്യയിൽ തിരുവനന്തപുരം കേരളം ഭാഗത്ത് കൂടുതൽ റബ്ബർ ലാറ്റക്സ് അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ കമ്പനി തിരുവനന്തപുരത്ത് സ്ഥാപിതമാകാനുള്ള കാരണം. ഓക്കോമോട്ടോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ജപ്പനീസ് കമ്പനിയുമായുള്ള ടെക്നിക്കൽ കൊളാബറേഷനിലൂടെയാണ് കമ്പനി ആദ്യമായി കോണ്ടം പ്രൊഡക്ഷൻ 1969 പേരുടുക്കട ഫാക്ടറിയിൽ സ്ഥാപിതമാകുന്നത്. അന്ന് കമ്പനിയുടെ നിർമ്മാണ കപ്പാസിറ്റി 144 മില്യൺ പീസസ് പെർ ആനമായിരുന്നു. തുടർന്ന് പല ഘട്ടങ്ങളിലായി പേരുടുക്കട ഫാക്ടറിയിൽ തന്നെ കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷൻ വരികയും ഇന്ന് പേരുടുക്കട ഫാക്ടറിയിൽ 1246 മില്യൺ പീസസ് ഓഫ് കോണ്ടംസ് പെർ ആനം ഉണ്ടാക്കുന്നതിനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ലഭ്യമാണ്. ഇത് കൂടാതെ റബ്ബർ പാർക്ക്, ഐരാപുരം റബ്ബർ പാർക്കിൽ ഒരു കോണ്ടം പ്രൊഡക്ഷൻ യൂണിറ്റ് കമ്പനിക്കുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കോണ്ടംസ് ടെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു യൂണിറ്റ് നമുക്കുണ്ട്. ഇത് കൂടാതെ HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ ബെൽഗാം ഫാക്ടറിയിലും മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടം നിർമ്മിക്കുന്നതിനുള്ള കപ്പാസിറ്റി കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ഏകദേശം 2 ബില്യൺ കപ്പാസിറ്റി പെർ ആനമാണ് മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസിൻ്റെ കാര്യത്തിൽ HLL ലൈഫ് കെയർ ലിമിറ്റഡിന് ഇന്നുള്ള നിലവിലെ സ്ഥിതി. പേരുടുക്കട ഫാക്ടറി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിറ്റ്സ് ഇൻ ദ വേൾഡ് തന്നെയാണ്. ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഈ രീതിയിലുള്ള 3-4 ഫാക്ടറികൾ കൂടി ഉള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ശക്തമായ ഒരു സാന്നിധ്യമാണ് HLL ലൈഫ് കെയർ ലിമിറ്റഡ്. കമ്പനി തുടങ്ങിയ കാലം മുതൽ നാളിതുവരെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കമ്പനി എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ കമ്പനിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ മൂഡ്സ്, ക്രസൻറ്റോ തുടങ്ങിയ ബ്രാൻഡുകളിലും കമ്പനി മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കമ്പനിയുടെ തന്നെ R&D വിങ് ആയിട്ടുള്ള CRDCയുടെ ഗവേഷണ ഫലത്തിൻ്റെ ഭാഗമായി നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫീമെയിൽ കോണ്ടം വേരിയൻറ്റും വെൽവെറ്റ് എന്ന പേരിലുള്ള ഫീമെയിൽ കോണ്ടം വേരിയൻറ്റും കമ്പനി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഏകദേശം 70ഓളം വിവിധ തരം പ്രോഡക്റ്റുകൾ കമ്പനി ഇന്ന് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസിൻ്റെ പ്രധാനമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് ആണ്. ഇത് റബ്ബർ പ്ലാന്റേഷൻസിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഡബിൾ സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളിൽ ഈ നാച്ചുറൽ റബ്ബർ ലാറ്റക്സിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് മിനിമം 60% ഡ്രൈ റബ്ബർ കണ്ടൻറ്റുള്ള ലാറ്റക്സ് ആക്കി മാറ്റുകയും ആ ലാറ്റക്സ് ഗുണപരിശോധനയ്ക്ക് ശേഷം കമ്പനി അത് വില കൊടുത്ത് വാങ്ങുകയുമാണ് ചെയ്യുന്നത്. കമ്പനി ഈ റബ്ബർ ലാറ്റക്സും 60% DRC ഉള്ള ലാറ്റക്സും ബാക്കിയുള്ള കോമ്പൗണ്ടിങ് കെമിക്കൽസും വാങ്ങുകയും റിസീവിംഗ് ഇൻസ്പെക്ഷനിൽ അത് ടെസ്റ്റ് ചെയ്യുകയും ഗുണനിലവാരം ഉള്ള മെറ്റീരിയൽസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറോടനുസരിച്ച് കോമ്പൗണ്ടിങ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത ലാറ്റക്സ് ഏകദേശം 4 മുതൽ 5 ദിവസം വരെ ഏജിങ് ചെയ്തതിന് ശേഷം ഗ്ലാസ് മോൾഡുകൾ ഉപയോഗിച്ച് നമ്മുടെ മോൾഡിംഗ് ലൈനിൽ വെച്ച് കോണ്ടം രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ കോണ്ടത്തിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഡയമെൻഷൻസ്, മറ്റ് കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷം വൾക്കനൈസിങ് എന്നുള്ള പ്രോസസ്സ് വഴി കോണ്ടത്തിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്തും ബാക്കിയുള്ള പ്രോപ്പർട്ടീസും നമ്മൾ രൂപീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കൈവരിക്കുന്നു.
തുടർന്ന് വളരെ കൃത്യമായ ക്വാളിറ്റി ടെസ്റ്റിന് ശേഷം ഈ കോണ്ടംസ് 100% ഇലക്ട്രോണിക് പിൻഹോൾ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. ആ ടെസ്റ്റിങ്ങിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് കോണ്ടംസ് റോള് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടെസ്റ്റഡ് ആൻഡ് റോൾഡ് കോണ്ടം വീണ്ടും ക്വാളിറ്റി കൺട്രോളിൻ്റെ വിവിധ ടെസ്റ്റുകൾക്ക് വിധേയമാവുകയും അതിൽ നിന്ന് പാസ്സാകുന്ന ബാച്ചുകൾ നമ്മൾ അടുത്ത സ്റ്റേജായിട്ടുള്ള പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. ഈ പാക്കിംഗ് സെക്ഷനിൽ വെച്ചിട്ടാണ് ടെസ്റ്റഡ് ആൻഡ് റോൾഡ് കോണ്ടംസ് സിലിക്കൺ ഓയിൽ കൂടി ആഡ് ചെയ്തതിന് ശേഷം അലൂമിനിയം ഫോയിലിൽ സ്ട്രിപ്പായിട്ട് പാക്ക് ചെയ്യുന്നു. പിന്നെ വിവിധ പാക്കിംഗ് കോൺഫിഗറേഷൻസ് അനുസരിച്ച് സെക്കൻഡറി പാക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വീണ്ടും നിർബന്ധമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ചെക്കുകൾക്ക് വിധേയമാവുകയും അങ്ങനെ നല്ല ഗുണനിലവാരമുള്ള പ്രോഡക്റ്റായി കമ്പനി ഇത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കമ്പനി എം കപ്പ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കൂടി കമ്പനിയുടെ കയ്യിലുണ്ട്. അത് HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ ആക്കുളം ഫാക്ടറിയിലാണ് ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ സിലിക്കോൺ റബ്ബറാണ്. ഈ സിലിക്കോൺ റബ്ബറിൽ എം കപ്പ് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയും ദെൻ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം അത് കൃത്യമായി പാക്ക് ചെയ്യുകയും അത് മാർക്കറ്റ് ചെയ്യുകയുമാണ് കമ്പനി ചെയ്യുന്നത്. കമ്പനി പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് 1969 കമ്പനി പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡായ നിരോധ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വഴിയാണ് പ്രൊഡക്ഷൻ ആദ്യമായി തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ബ്രാൻഡുകളായിട്ടുള്ള നിരോധ്, ഡീലക്സ്, പിന്നെ സോഷ്യൽ മാർക്കറ്റിംഗ് ബ്രാൻഡുകളായിട്ടുള്ള ഉസ്താദ്, രക്ഷക്, ജോഷ്, സാവൻ, അങ്ങനെ പലവിധ ബ്രാൻഡുകളും കമ്പനി ഇന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഏകദേശം 70ഓളം രാജ്യങ്ങളിലേക്ക് കമ്പനി നേരിട്ട് കോണ്ടംസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള മൂഡ്സ് ഏകദേശം 45ഓളം രാജ്യങ്ങളിൽ നമ്മൾ കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് 1994 കമ്പനി മെഡിക്കൽ ഡിവൈസസിലേക്ക് മാനുഫാക്ചറിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 2000 ആയപ്പോഴത്തേക്കും സർവീസസ് മേഖലകളിലേക്ക് കമ്പനി കടന്നു. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇത് റീറ്റെയിൽ ഫാർമസി ചെയിനാണ്. അതിൽ തന്നെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡായിട്ടുള്ളത് അമൃത് ഫാർമസിയാണ്. അമൃത് ഫാർമസി എന്ന് പറയുന്നത് അഫോർഡബിൾ മെഡിസിൻ ആൻഡ് റിലയബിൾ ഇംപ്ലാന്റ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് അമൃത് ഫാർമസി. ഇന്ന് ഏകദേശം 270ഓളം ഫാർമസീസ് ഇന്ത്യയുടെ പല ഭാഗത്തുമായിട്ട് 24 സ്റ്റേറ്റ്സും 4 യൂണിയൻ ടെറിട്ടറിയും ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം MRPയിൽ നിന്ന് 50% വിലക്കുറവ് വരെ നൽകിയാണ് അമൃത് ഫാർമസീസ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ കമ്പനി ഡയഗ്നോസ്റ്റിക് സർവീസസിലേക്കും കമ്പനി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡ് ഹിന്ദ് ലാബ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഹിന്ദ് ലാബ്സിൽ കൂടി എല്ലാവിധ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും കൂടാതെ ഇമേജിംഗ് സർവീസസ് ആയിട്ടുള്ള MRI, CT, അൾട്രാസൗണ്ട് തുടങ്ങിയ കാര്യങ്ങളും കമ്പനി ചെയ്യുന്നുണ്ട്. സോ സർവീസസിലും വളരെ ഉയർന്ന നിലവാരമുള്ള സർവീസുകൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടും അഫോർഡബിൾ ടു ദ നീഡി പീപ്പിൾ എന്നുള്ള ഒരു മോട്ടോയിലാണ് കമ്പനി സർവീസസ് മേഖലകളിലേക്ക് കടന്നിരിക്കുന്നത്. HLL ലൈഫ് കെയർ ലിമിറ്റഡിന് തിരുവനന്തപുരത്ത് തന്നെ 2 മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. അതിലൊന്ന് പേരൂർക്കട ഫാക്ടറിയാണ്. പേരൂർക്കട ഫാക്ടറിയിൽ പ്രധാനമായും നമ്മൾ മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസ്, ഫീമെയിൽ കോണ്ടംസ്, പിന്നെ ലൂബ്, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ടാമത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ആക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആക്കുളം ഫാക്ടറിയിൽ പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത് ബ്ലഡ് ബാഗ്, PVC ബ്ലഡ് കളക്ഷൻ ബാഗ്സ്. അതിന് നമുക്ക് 2 ബ്രാൻഡുണ്ട്, HL ഹീമോപാക്ക് ആൻഡ് ഡൊണാറ്റോ. ഈ 2 ബ്രാൻഡിൽ അവിടെ ബ്ലഡ് ബാഗ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 13.5 മില്യൺ പീസസ് ഓഫ് ബ്ലഡ് ബാഗ്സ് പെർ ആനം എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. ഇത് കൂടാതെ ആക്കുളം യൂണിറ്റിൽ കോപ്പർട്ടി ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡായിട്ടുള്ള ബ്രാൻഡുകളും അതേപോലെ ഡൊമസ്റ്റിക് ബ്രാൻഡുകളും കോപ്പർട്ടി മാനുഫാക്ചർ ചെയ്യുന്നു. കൂടാതെ എമിലി എന്നുള്ള ബ്രാൻഡിൽ IUS ഇൻട്രാ യൂട്രൈൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ടിഷ്യൂ എക്സ്പാൻഡർ, ഷണ്ട്, അതേപോലെ ട്യൂബൽ റിംഗ് തുടങ്ങിയ പ്രോഡക്റ്റുകളും ആക്കുളം ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്.
കമ്പനിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് യൂണിറ്റായ കനകല ഫാക്ടറിയിൽ, അത് ബെൽഗാമിലാണ്, കർണാടക സ്റ്റേറ്റ്സിലെ ബെൽഗാമിലാണ്. അവിടെ നമുക്ക് മെയിൽ കോൺട്രസെപ്റ്റീവ് കോണ്ടംസ് ഉണ്ട്. പ്രധാനമായും അതൊരു ഫാർമ ഹബ്ബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് ഗർഭനിരോധന ഗുളികകളായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിലുള്ള മാലാഡി, മാലായൻ, പിന്നെ ഛായ തുടങ്ങിയ ബ്രാൻഡുകൾ അവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുകൂടാതെ നോൺ ഹോർമോണൽ സ്ട്രിപ്പായിട്ടുള്ള സഹേലിയും ബെൽഗാം യൂണിറ്റിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതുകൂടാതെ ബെൽഗാം യൂണിറ്റിൽ ഒരു ബൾക്ക് ഡ്രഗ് യൂണിറ്റും ഉണ്ട്. ഏകദേശം 400 മില്യൺ കപ്പാസിറ്റിയുള്ള സാനിറ്ററി നാപ്കിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും ബെൽഗാം യൂണിറ്റിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കമ്പനിക്ക് ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നൊരു യൂണിറ്റ് മനേസറിലുണ്ട്. കമ്പനിക്ക് കമ്പനിയുടേതായ ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉത്തരാഖണ്ഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കേരളത്തിൽ തന്നെ റബ്ബർ പാർക്ക്, ഐരാപുരം റബ്ബർ പാർക്കിൽ ഒരു കോണ്ടം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന കോണ്ടംസ് ഇലക്ട്രോണിക് ടെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു യൂണിറ്റും കമ്പനി നടത്തുന്നുണ്ട്. പേരുടുക്കടയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കോണ്ടംസിൻ്റെ സെക്കൻഡറി പാക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി ബാലരാമപുരത്ത് ഒരു പാക്കിംഗ് യൂണിറ്റ് കം വെയർഹൗസും കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ കീഴിൽ ഹൈറ്റ്സ് HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സബ്സിഡറി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹൈറ്റ്സ് പ്രധാനമായും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻസ്, അത് ID ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഹൈറ്റ്സിൽ വർക്ക് ചെയ്യുന്നു. ഇത് കൂടാതെ മെഡിക്കൽ ഇക്വിപ്മെൻറ്റ്സ് പ്രൊക്യൂർ ചെയ്ത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, ദെൻ ഇറ്റ്സ് കാലിബ്രേഷൻ, ഇറ്റ്സ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു PCD ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിവിഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ഹൈറ്റ്സ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതൊരു 100% സബ്സിഡറി ഓഫ് HLL ആണ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. കൂടാതെ ഫാർമ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഗോവ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സബ്സിഡറി കമ്പനി കൂടി HLL-നുണ്ട്. ആ കമ്പനിയിൽ ഏകദേശം 85% ഷെയറും HLL-ൻ്റെ ആണ്. ബാക്കി 15% EDC ലിമിറ്റഡ് ഗോവയിലാണ് ചെയ്യുന്നത്. ഈ കമ്പനി പ്രധാനമായും ഫാർമ മാനുഫാക്ചറിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ മെഡിസെൻറ്റർ എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ ഫാർമസി ചെയിൻ കൂടി GAPL ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഒരു 50-50 ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ HLL ആൻഡ് അക്യുമെൻ ഫണ്ട് USA, ലൈഫ് സ്പ്രിംഗ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറും കമ്പനി ഇന്ന് കമ്പനിയുടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് മെയിൻലി ഫോർ ഓപ്പറേറ്റിംഗ് അറൗണ്ട് 15 bedded മെറ്റർണിറ്റി ഹോസ്പിറ്റൽസ് മെയിൻലി ഇൻ ഹൈദരാബാദ്. 10 ആശുപത്രികളാണ് ഇന്ന് കമ്പനി ലൈഫ് സ്പ്രിംഗ് ഹോസ്പിറ്റൽസിൻ്റെ കീഴിൽ 10 ആശുപത്രികളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഒരു പ്രധാനമായും മെറ്റേണൽ കെയർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ HMA എന്ന് പറയുന്ന HLL മാനേജ്മെൻറ്റ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി കൂടി കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ആളുകളുടെ കോമ്പറ്റൻസി ബിൽഡിംഗ്, ട്രെയിനിങ്, ദെൻ സോഷ്യൽ അവെയർനെസ്, മെൻസ്ട്രൽ ഹെൽത്ത് അവെയർനെസ് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് HMA ഇന്ന് പ്രധാനമായും വർക്ക് ചെയ്യുന്നത്. HLL ലൈഫ് കെയർ ലിമിറ്റഡ് ഇന്ന് ഒരു ഷെഡ്യൂൾ B മിനിരത്ന ഷെഡ്യൂൾ B സെൻട്രൽ PSU ആണ്. കമ്പനിയുടെ ഒരു വിഷൻ 2030 ഡോക്യുമെൻറ്റ് കമ്പനി ഉണ്ടാക്കുകയും അത് കമ്പനിയുടെ ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷൻ 2030 ഡോക്യുമെൻ്റ് പ്രകാരം മിനിമം 10,000 crore ടേൺ ഓവർ ബൈ 2030 എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. ഇത് കൂടാതെ ഷെഡ്യൂൾ A നവരത്ന കമ്പനിയായിട്ട് മാറുക എന്നുള്ളതും നമ്മുടെ വിഷൻ 2030യുടെ ഒരു ലക്ഷ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.